മക്കളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ കീം 2025 POIQ ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതായത് +1 +2 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബിലിറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്. +1 ആകെ പഠിക്കാനുള്ളത് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ്, ഫേവറബിൾ കേസിൻ്റെ എണ്ണം ബൈ ടോട്ടൽ കേസ് ആണ് പ്രോബിലിറ്റി. +2 വരുന്ന സമയത്താണ് +1 പിന്നെ അഡീഷൻ തിയറംസ് ഓഫ് പ്രോബിലിറ്റി പഠിച്ചു. P(A) യൂണിയൻ B എന്ന് പറയുമ്പോൾ P(A) + P(B) - P(A) ഇന്റർസെക്ഷൻ B, അങ്ങനെ കുറച്ച് ഫോർമുലാസ് എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. പിന്നെ +2 എന്ത് ചെയ്യുന്നത്, കണ്ടീഷണൽ പ്രോബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബിലിറ്റി, തിയറം ഓഫ് ടോട്ടൽ പ്രോബിലിറ്റി, ബേസ് തിയറം എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ്. നിങ്ങൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കീമിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ചാപ്റ്ററിലും അങ്ങനെയല്ലല്ലോ, ചില ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് വരും, അല്ലെങ്കിൽ NCERT ഇല്ലാത്ത കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ പ്രോബിലിറ്റി അങ്ങനെയല്ല, കുറച്ച് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. എ ബോക്സ് കണ്ടെയ്ൻസ് 4 red and 6 white marbles. 2 successive draws of 3 balls are made without replacement. The probability that in the first draw all the 3 balls are white and in the second draw all 3 balls are red. അതൊരു ബോക്സിൽ എന്തുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ബോക്സ് കണ്ടെയ്ൻസ് A box contains 4 red and 6 white balls. പിന്നെ പറയണതോ 2 successive draws of 3 balls. 3 balls വീതം എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. 3 balls are made without replacement. The probability that in the first draw all 3 balls are white and in the second draw all 3 balls are red. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തിൽ എന്ത് ചെയ്യണം, all 3 balls are white. ആദ്യം എടുക്കുന്നത് 3 വൈറ്റ് ആവണം, പിന്നെ എടുക്കുന്ന 3 റെഡ് ആവണം. ഇതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? വളരെ സിമ്പിളാണ്. ശരിക്കും ഇത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബിലിറ്റിയാണ്, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ, ഇതിന് എന്ത് ചെയ്യണം, വൈറ്റ് എടുക്കണം. വൈറ്റ് കിട്ടണമെങ്കിൽ വൈറ്റിൻ്റെ കൂട്ടം നിന്ന് എടുക്കണ്ടേ. സെലക്ഷൻ ഓഫ് 3 white ball from 6 white ball in how many ways? 63 ways. ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ് എന്താ, ഇവിടെ ടോട്ടലി 10 ബോൾസ് ആണുള്ളത്. സെലക്ഷൻ ഓഫ് 3 balls from 10 balls in 10C3 ways. റെഡി. അവിടെ മാർബിൾസ് അല്ല കേട്ടോ, ബോൾസ് ആക്കുക, ബോൾസ്. ആൻഡ് ഇനി അടുത്തത് എന്ത് ചെയ്യണം, എടുക്കുന്നത് 3 റെഡ് ബോൾസ് ആണ്. റെഡ് ബോൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, റെഡ് ബോളിൻ്റെ കൂട്ടുന്ന എടുക്കണം. സെലക്ഷൻ ഓഫ് 3 red balls ഫ്രം 4 red balls 4C3 ways. ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും, ഇത് 10 നിന്ന് 3 ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ 7 ഉണ്ടാവുള്ളൂ. അപ്പോൾ 7 കൂട്ടത്തിൽ നിന്ന് 3 ബോൾസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടി വരും. ഇനി ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 6C3 എന്ന് പറഞ്ഞാൽ എന്താ, 6 × 5 × 4 / 1 × 2 × 3. ഇവിടെയും 10 × 9 × 7 / 1 × 2 × 3 ഉണ്ടാവും. അപ്പോൾ 1 × 2 × 3 തമ്മിൽ കട്ടാവൂലേ, അത് വേറെ എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ 10 × 9 × 8 ഇൻറ്റു 4C3 എന്ന് പറഞ്ഞാൽ എന്താ, 4 എന്ന് തുടങ്ങുക 3 ടേം താഴേക്ക്, ബൈ 7C3 എന്ന് പറയുമ്പോൾ 7 എന്ന് തുടങ്ങുക 3 ടേം താഴേക്ക്. ഇതിൻ്റെ താഴേക്ക് 1 × 2 × 3 രണ്ടിൻ്റെയും താഴെ ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എഴുതാതിരുന്നത്. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഈ 6ഉം ഈ 6ഉം കട്ടാക്കി, ഇവിടുത്തെ ഈ 5ഉം ഈ 5ഉം കട്ടാക്കി, പിന്നെ ഈ 4 × 2 എന്താ, 8 ആണ്. ഈ 8ഉം 8ഉം കട്ടായി. ഈ 3 9 3 ടൈംസ് ആണ് പോവുക. ഈ 4 2 ടൈംസ് ആണ്, 10 2 5 ടൈംസ് ആണ്. ഇനി ഫർദർ സിംപ്ലിഫിക്കേഷൻ ഇവിടെ നടക്കുമോ, ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്, ഇവിടെ ന്യൂമറേറ്ററിൽ 2 മാത്രമാണ് ഉള്ളത്, ബൈ ഡിനോമിനേറ്ററിലോ ഇവിടെ 3 × 7 എത്ര, 21 ആണ്. 21 × 5 അത് 105 ആണ്. 2/105. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. എ ആണ് കറക്റ്റ് അല്ലേ, ഈസി ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് എന്നാൽ എ ഇന്റർസെക്ഷൻ ബി എന്താവും, 5 ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആവുന്നതാണ് അതിനർത്ഥം അല്ലേ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ പറയുന്നത് പി ഓഫ് ബിയുടെ വാല്യൂ 1/5 ആണ്, പി ഓഫ് എ യൂണിയൻ ബി 13/35 ആണ്, പി ഓഫ് എ എന്താണെന്നാ. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് പി ഓഫ് എ യൂണിയൻ ബി എന്താ, അത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ. സാധാരണ കേസിൽ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ടാവലുണ്ട്, അത് 0 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി പി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ 13/35 എന്നുണ്ട്, ഇസിക്കൽ ടു പി ഓഫ് എ കാണണം പ്ലസ് പി ഓഫ് ബി എന്താ ക്വസ്റ്റ്യനിൽ 1/5 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ലേ ഉള്ളൂ, ആ ലെവലുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഈ 1/5 പുറത്തേക്ക് എടുത്താലേ എന്ത് വരും, പി ഓഫ് എ ഇസിക്കൽ ടു 13/35 - 1/5 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 35 ആക്കാൻ മുകളിലും താഴെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരിക 13 - 7 / 35 എന്നാണ്. 13 - 7 എന്താ, 13 7 കുറച്ചാൽ 6 അല്ലേ, 6/35 ഇസ് എ ഫൈനൽ ആൻസർ. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. ക്ലിയർ അല്ലേ, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ,
എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താ, അത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബിയോട് ഈക്വൽ ഒന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഉപയോഗിക്കുന്ന റിസൾട്ടാണ് ഈ പറയണത്. പി ഓഫ് എ ഡാഷ് 0.8 ആണ്, പി ഓഫ് ബി 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്താണ്? എടാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ പി ഓഫ് എ ഡാഷ് 0.8 ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പി ഓഫ് എന്റെ വാല്യൂ? 1 മൈനസ് പി ഓഫ് എ, പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് എ ആണ്. അപ്പോൾ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ 1 മൈനസ് ആവൂലേ, 1 മൈനസ് 0.8 എന്ന് വരും. ദാറ്റ് ഈസ് 0.2 ആയിരിക്കും പി ഓഫ് എ വരിക. പിന്നെ പി ഓഫ് ബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പി ഓഫ് എ യൂണിയൻ ബി കാണാം. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ഫോർമുല. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയിരുന്നു, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയത് കാരണം. അപ്പൊ ഇൻഡിപെൻഡന്റ് ഡെഫിനിഷൻ വേറെ തന്നെയാണ്. അപ്പൊ ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ വരിക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയതുകൊണ്ട് പി ഓഫ് എയുടെ വാല്യൂ 0.2 ആണ്, പി ഓഫ് ബിയുടെ വാല്യൂ 0.6 ആണ്. 0.2 ഇൻറ്റു 0.6 എന്താ, 0.12 എന്നല്ലേ വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പി ഓഫ് എ 0.2 പ്ലസ് പി ഓഫ് ബി അത് 0.6 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.12 ഇതെന്താ 0.8 മൈനസ് 0.12. ഇവിടെ എം ബി 12 കുറച്ചാൽ 68 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.68 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഈസി ചെയ്തൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ ബൈ ബി ഇസിക്കൽ 0.4, പി ഓഫ് എ ബൈ ബി ഡാഷ് ഇസിക്കൽ 0.7, പി ഓഫ് ബിയുടെ വാല്യൂ 0.7. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എന്താണെന്ന ചോദ്യം. ഇവിടെ ഓക്കെ, പി ഓഫ് എ ബൈ ബി ഇസിക്കൽ ടു 0.4 ആണ്. പി ഓഫ് എ ബൈ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതാം, വിച്ച് ഈസിക്കൽ ടു 0.4 എന്ന് വരും. ഇനി ഇവിടെ പി ഓഫ് ബിയുടെ വാല്യൂ 0.7 അല്ലേ. അപ്പോൾ നമുക്കിതിനെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ 0.7 വിച്ച് ഈസിക്കൽ ടു 0.4 എന്ന് വരും. ബൈ 0.7 അപ്പുറത്തേക്ക് എടുത്താലേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസിക്കൽ ടു 0.7 ഇൻറ്റു 0.4 വിച്ച് ഈസ് 0.28 എന്ന് വരും. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പി ഓഫ് എനെയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രം വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. വെൻ ഡയഗ്രത്തിൽ അപ്പോൾ കുറച്ച് ഡാറ്റയും കൂടി കിട്ടാനേ ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ് എന്താ? പി ഓഫ് എ ബൈ ബി ഡാഷ് 0.7 ആണെന്ന് പറയുന്നുണ്ട്. ഡെഫിനേഷൻ പ്രകാരം ഇതിനെങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ബൈ പി ഓഫ് ബി ഡാഷ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഇക്വൽ ടു 0.7. എടാ പി ഓഫ് ബിയുടെ വാല്യൂ എന്താ? പി ഓഫ് ബി 0.7 ആണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി ഡാഷ് എന്താ? 1 മൈനസ് 0.7 അല്ലേ, അത് 0.3 അല്ലേ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഡിവൈഡഡ് ബൈ 0.3 ഈസ് ഇക്വൽ ടു 0.7 വരും. ആ ബൈ 0.3 അപ്പുറത്തേക്ക് എടുത്താലേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ഇക്വൽ ടു 0.21. ഇങ്ങനെയാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ വെൻ ഡയഗ്രം പ്രകാരം ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഞാൻ എന്നോട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. അപ്പോൾ വെൻ ഡയഗ്രം വരച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഡീൽ ചെയ്യാൻ വെൻ ഡയഗ്രം വരക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര? 0.28 അല്ലേ, 0.28. അതായത് നമ്പറിന് വരെ ഇവിടെ പ്രോബബിലിറ്റിനെ എഴുതി കൊടുക്കാം. പിന്നെ പറയുന്നത് പി ഓഫ് ബിയുടെ വാല്യൂ 0.7 ആണെന്ന് പറയുന്നത്. എടാ ഈ ബി എന്നുള്ള സർക്കിൾ മൊത്തത്തിൽ എന്താണ്? 0.7 ആണ്. അപ്പോൾ ഇവിടെ 0.28 ഓൾറെഡി അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക? 0.42 അല്ലേ ഉണ്ടാവുക അല്ലേ? 0.42 ഉണ്ടാവും. ഇനി എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എന്റെ ഉള്ളിൽ ആൻഡ് ബിന്റെ പുറത്ത് എന്നാണ് അതിനർത്ഥം. എ എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലും ബി എന്നുള്ള സർക്കിളിന്റെ പുറത്തും. അപ്പോൾ എ എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലാവണം, ബി എന്നുള്ള സർക്കിളിന്റെ പുറത്താവണം എന്ന് പറയുമ്പോൾ ഈ പോർഷൻ അല്ലേ, ഈ പോർഷന്റെ വാല്യൂ ആണെന്ത്? 0.21. ഇനി നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും കൂടി കൂട്ടുക, ഇത് ടോട്ടൽസ് ഇല്ലേ, വെൻ ഡയഗ്രം മുഴുവൻ അതിന്റെ ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറത്തുള്ള പ്രോബിലിറ്റി കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ എഴുതി കാണിച്ചതാണ്. പക്ഷെ നമുക്ക് കാണേണ്ടത് ഇത് മാത്രമാണ്, പി ഓഫ് എ മാത്രമാണ്. അപ്പോൾ ഈ സർക്കിൾ അത് മൊത്തം സം ചെയ്താൽ മതി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.21 പ്ലസ് 0.28, അതായത് 0.49 അല്ലേ, 0.49. ഏതാ? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. എടാ അപ്പോൾ ഞാനിപ്പോൾ ഈ ബി ഇവിടെയൊക്കെ ഫില്ല് ചെയ്ത് കാണിച്ചു തന്നു. അതൊന്നും എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇവിടെ 0.28 ഫില്ല് ചെയ്തിട്ട് പി ഓഫ് ബി 0.7 ആയതുകൊണ്ട് ഇവിടെ 0.42 എന്നൊക്കെ അത് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമുക്ക് പി ഓഫ് എ കണ്ടാൽ പോരെ. അപ്പോൾ എ എന്നുള്ള സർക്കിളുമായി ബന്ധപ്പെട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ അറിയാം, പിന്നെ ഇവിടെ മാത്രം എഴുതിയാൽ മതി. അത് എഴുതി കഴിഞ്ഞാൽ തന്നെ പി ഓഫ് എ നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ കിട്ടും. ബാക്കിയുള്ള അപ്പുറത്തേക്കും ഒന്നും കാണേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ആൻ അൺബയാസ്ഡ് ഡൈ ഈസ് ടോസ്ഡ് അണ്ടിൽ 5 അപ്പിയേഴ്സ്.
ഇഫ് എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ടോസസ് റിക്വയർഡ് ദെൻ പി ഓഫ് എക്സ് ഈസിക്കൽ 2 ബൈ പി ഓഫ് എക്സ് ഈസിക്കൽ 5. അതായത് ഒരു ഡൈ ടോസ് ചെയ്യാണ്. എങ്ങനെയാണ് ടോസ് ചെയ്യണത്? 5 കിട്ടുന്നത് വരെ 5 കിട്ടുന്നത് വരെ ടോസ് ചെയ്യാണ്. ചിലപ്പോൾ ഞാനൊരു കോയിനെ ടോസ് ചെയ്ത സമയത്ത് 5 കിട്ടിയെന്ന് എഴുതിക്കോ, അതോടുകൂടി ആ റാൻഡം എക്സ്പെരിമെന്റ് അവസാനിച്ചു. സപ്പോസ് ഞാൻ ആദ്യം ടോസ് ചെയ്തപ്പോൾ 5 കിട്ടിയില്ല, 5 അല്ലാത്തൊരു നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കളി അവസാനിക്കൂല, ഒരു പ്രാവശ്യം കൂടി ടോസ് ചെയ്യണം. രണ്ടാമത്തതിൽ കിട്ടിയാലോ കളി അവസാനിച്ചു. രണ്ടാമത്തിൽ 5 കിട്ടിയാൽ കളി അവസാനിച്ചു. ഇനി അതിലും കിട്ടിയില്ലെങ്കിലോ മൂന്നാമത്തെ ഒരു പ്രാവശ്യം കൂടി ടോസ് ചെയ്യണം. അപ്പൊ എത്രാമത്തെ പ്രാവശ്യമാണ് 5 കിട്ടിക്കഴിഞ്ഞാൽ കളി അവസാനിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്നുള്ളത് ഉദ്ദേശിക്കണം എന്താ? ഡിനോട്ട്സ് നമ്പർ ഓഫ് ടോസസ് റിക്വയർഡ്. അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? 2 ടോസേ ആവശ്യം വന്നിട്ടുള്ളൂ. അതിനർത്ഥം രണ്ടാമത്തെ പ്രാവശ്യം 5 കിട്ടിയെന്ന്. എക്സ് ഈക്വൽ 5 എന്ന് പറഞ്ഞാൽ എന്താ? 5ാമത്തെ പ്രാവശ്യമേ 5 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന് മുമ്പൊന്നും 5 കിട്ടിയില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കട്ടോ, നമ്മളോട് ചോദിക്കുന്നതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് രണ്ടാമത്തെ പ്രാവശ്യം 5 കിട്ടാനുള്ള പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ഈക്വൽ 5, 5ാമത്തെ പ്രാവശ്യം 5 കിട്ടാനുള്ള പ്രോബിലിറ്റി. അത് ചിന്തിക്കേണ്ടതേ. രണ്ടാമത്തെ പ്രാവശ്യം 5 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ പ്രാവശ്യം 5 കിട്ടാൻ പാടില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ എന്താ വിഷയം? അതോടുകൂടി ആ കളി അവസാനിക്കും, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് കളിയില്ല. അപ്പൊ അതുകൊണ്ട് എക്സ് ഈക്വൽ 2 എന്ന് പറയുമ്പോൾ ആദ്യം 5 കിട്ടരുത്. 5 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? 1/6. അപ്പൊ കിട്ടാതിരിക്കാനുള്ളതോ 5/6. അപ്പൊ ആദ്യം 5 കിട്ടരുത്, അപ്പൊ 5/6. ആൻഡ് രണ്ടാമത്തെ ഡോസിൽ 5 കിട്ടും വേണം. 5 കിട്ടാനുള്ള പ്രോബിലിറ്റിയോ 1/6. അതോടുകൂടി കളി അവസാനിച്ചു. ഇനി അടുത്തത് താഴെ നോക്ക്, 5ആണ്. 5ാമത്തെ പ്രാവശ്യം 5 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ 1ാമത്തെ പ്രാവശ്യം 5 കിട്ടരുത്, ആൻഡ് 2ാമത്തെ പ്രാവശ്യം 5 കിട്ടരുത്, 3ാമത്തെ പ്രാവശ്യം 5 കിട്ടരുത്, 4ാമത്തെ പ്രാവശ്യം 5 കിട്ടരുത്, 5ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യണം? 5 കിട്ടണം. 5 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6. അപ്പോൾ അത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ടേമുകൾ തമ്മിൽ 5/6 5/6 കട്ടായി. ഇവിടുത്തെ ഈ 1/6 1/6 കട്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാകുക? ഇവിടെ ഉണ്ടാകുക 5 × 5 5 ക്യൂബ് ബൈ 6 ക്യൂബ്. ആ 6 ക്യൂബ് ഏറ്റവും ടോപ്പിലേക്ക് പോയാലോ 6 ക്യൂബ് ബൈ 5 ക്യൂബ് എന്ന് വരും. 6 ക്യൂബ് 216 ആ. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 125 ആ. 216 ബൈ 125. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സെറ്റ് എ കോമ ബി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 4 5. എ സബ്സെറ്റ് ഓഫ് എക്സ് ക്രോസ് വൈ ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം. ഓക്കെ. If A is an event of selecting a subset of X cross Y containing exactly 3 elements, then P of എന്താണെന്ന ചോദ്യം. എടാ ഇത് നമ്മൾ സെറ്റ്സിലെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് പോസിബിൾ ഫോർ എ എന്നുള്ളൊരു ലോജിക്ക് പഠിച്ചിട്ടില്ലേ? നമ്പർ ഓഫ് സബ്സെറ്റ്സ് പോസിബിൾ ഫോർ എ. സപ്പോസ് എ എന്നുള്ള സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെന്ന് എഴുതിക്കോ. ഞങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ n എലമെൻസിനെ അല്ലെങ്കിൽ ഇങ്ങനെ x1 x2 x3 എക്സെട്ര x ഇങ്ങനെ n എലമെൻസ് ഉള്ള സെറ്റാണ് എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സെറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണം എന്താ? നമ്പർ ഓഫ് സബ്സെറ്റ്സ് പോസിബിൾ ഫോർ എ. നിങ്ങൾക്ക് കാണാപ്പാട് അറിയാം 2n ആണ്. അങ്ങനെ കാണാപ്പാട് അറിഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെ വന്നു എന്നും കൂടി മനസ്സിലാക്കണം, എന്നാലേ ചെറിയ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടേ ഇതിൽ കോമട്ട് എഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ എലമെൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് പറയാം? x1 ബിലോങ്സ് ടു എ എന്ന് പറയാം, x2 ബിലോങ്സ് ടു എ എന്ന് പറയാം, അങ്ങനെ പറയാം. ഇനി സബ്സെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതിന്റെ ഉള്ളിലുള്ള കോമട്ട് എഴുതുന്ന എലമെന്റ്സിനെ ബ്രേസസിന്റെ ഉള്ളിലേക്കാക്കി എഴുതുമ്പോഴാണ് സബ്സെറ്റ് ഉണ്ടാവുന്നത്. അതായത് x1നെ മാത്രം ഞാൻ ഇവിടെ എഴുതി, ഇതൊരു സബ്സെറ്റ് ആണ്. ആ ബ്രേസിന്റെ ഉള്ളിലേക്ക് x1നെയും x3നെയും എഴുതി, ഇതൊരു സബ്സെറ്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിലുള്ള ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ കോമട്ട് എഴുതിയ ആൾക്കാരെ ബ്രേസിന്റെ ഉള്ളിലാക്കി എഴുതി കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സബ്സെറ്റുകൾ പോസിബിൾ ആവുന്ന ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ അറിയോ? നമ്പർ ഓഫ് സബ്സെറ്റ്സ് പോസിബിൾ ഫോർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആദ്യം ഈ ബ്രേസസിന്റെ ഉള്ളിലേക്ക് ഒരാളെ മാത്രം സെലക്ട് ചെയ്യുന്നത് സിംഗിൾട്ടൺ സെറ്റ് ആണ്. x1നെ മാത്രം സെലക്ട് ചെയ്യാം, x2നെ മാത്രം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ x3നെ മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ എത്ര രീതിയിലാണ് പോസിബിൾ ആണ്? NC1 ബേസിൽ n ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കാരെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. NC1 ആണ്. ഇനി ഒരാളെയും സെലക്ട് ചെയ്യാതിരുന്നൂടെ? 5 ഒരു സബ്സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ഒരാളെയും സെലക്ട് ചെയ്യാതിരിക്കാം? NC0 വൈസ്. ഓർ ഒരാളെ മാത്രം സെലക്ട് ചെയ്യുന്ന എത്ര സെറ്റ് ഉണ്ടാവും? NC1. രണ്ടാളെ സെലക്ട് ചെയ്യുന്നത് NC2, മൂന്നാളെ സെലക്ട് ചെയ്യുന്നത് NC3 എക്സെട്ര n ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന NCn. നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ വാല്യൂ എന്താ? 2n ആണ്. ഇങ്ങനെയാണ് അതിന് 2n എന്ന് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അപ്പോൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഹൗ മെനി സബ്സെറ്റ്സ് ആർ പോസിബിൾ വിച്ച് കണ്ടെയ്ൻസ് എക്സാക്ട്ലി 3 എലമെന്റ്സ് എന്ന് ചോദിച്ചു. എ എന്നുള്ള സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഹൗ മെനി സബ്സെറ്റ്സ് ആർ പോസിബിൾ വിച്ച് കണ്ടെയ്ൻസ് എക്സാക്ട്ലി 3 എലമെന്റ്സ്. അതിനർത്ഥം എന്താ? ഈ n എലമെന്റ്സിന്റെ കൂട്ടത്തിൽ നിന്ന് 3 എലമെന്റ്സിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നല്ലേ? NC3 ആയിരിക്കും ആൻസർ. ഇനി ലെസ് ദാൻ 3 എലമെന്റ്സ് എന്ന് പറഞ്ഞാലോ? ലെസ് ദാൻ 3 എലമെന്റ്സ് ഏതാ? NC0 ഉണ്ട്, NC1 ഉണ്ട്, NC2 ഉണ്ട്. കണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡീൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ.
ആ ലോജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റിലേക്ക് കിടക്കണം. എക്സ് എന്നുള്ള സെറ്റിൽ 2 ആൾക്കാരുണ്ട്, വൈ എന്നുള്ള സെറ്റിൽ 4 ആൾക്കാരുണ്ട്. എ സബ്സെറ്റ് ഓഫ് എക്സ് ക്രോസ് വൈ, അതായത് എക്സ് ക്രോസ് വൈയിൽ എത്ര ആൾക്കാരുണ്ടാവും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എക്സ് ക്രോസ് വൈ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി അല്ലേ? എക്സിൽ 2 ആൾക്കാരും വൈയിൽ 4 ആൾക്കാരും ആണെങ്കിൽ എക്സ് ക്രോസ് വൈയിൽ 8 ആൾക്കാരുണ്ടാവും. അപ്പൊ എക്സ് ക്രോസ് വൈ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്, അതിൽ 8 ആൾക്കാരുണ്ട്. എന്നിട്ട് ഈ സെലക്റ്റഡ് അറ്റ് റാൻഡം, റെഡി, അതായത് ഇതിന്റെ ഒരു സബ്സെറ്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ഇതുപോലെ നമ്മൾ ഇതിന്റെ സബ്സെറ്റ് ഉണ്ടാക്കിയില്ലേ, ഇതിന്റെ സബ്സെറ്റ് റാൻഡം ആയിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ സബ്സെറ്റ് ആണ്, റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. പിന്നെ സബ്സെറ്റ്സ് ഓഫ് എക്സ് ക്രോസ് വൈ കണ്ടെയ്നിങ് എക്സാക്ട്ലി 3 എലമെന്റ്സ്. അപ്പൊ എ എന്നുള്ള ഇവന്റ് എന്താ? അതിന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതിൽ എക്സാക്ട്ലി 3 എലമെന്റ്സ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ആണ് നിങ്ങൾ കാണേണ്ടത്. പി ഓഫ് എ ആണ് കാണേണ്ടത്. 3 എലമെന്റ്സ്. എക്സ് ക്രോസ് വൈയിൽ 8 ആൾക്കാരല്ലേ, അതിൽ നമുക്ക് എത്ര ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടത്? 3 ആൾക്കാരെ സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 8C3. നമുക്ക് കാണേണ്ടത് പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫേവറബിൾ കേസിന്റെ എണ്ണം ബൈ ടോട്ടൽ കേസ്. അപ്പോൾ ഇവിടുത്തെ ഫേവറബിൾ കേസ് എന്ന് പറയുമ്പോൾ 8C3 ബൈ ടോട്ടൽ കേസ് ഏതാ? 2/8 അല്ലേ? 2/8 സബ്സെറ്റുകൾ ഉണ്ടാവും അതിന്. അപ്പോൾ അത് വാലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തും. 8C3യുടെ മീനിങ് 8ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 3 ടേംസ് താഴേക്ക്, ബൈ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 3 ടേം മുകളിലേക്ക്, ഓൾ ഡിവൈഡഡ് ബൈ 2/8. 2/8 ഇത് ഞാൻ 2/5 ഇൻറ്റു 2 ക്യൂബ് എന്ന് ചെയ്തിട്ടെ, പ്രശ്നമില്ലല്ലോ. ഇനി ഇവിടുത്തെ ഈ 1 × 2 × 3 6 ആണ്, ആ 6 കട്ടായി. ഈ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ, ഈ 8 കട്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക? 7/2/5 എന്ന് പറയുമ്പോൾ അത് 32 ആ. 7/32. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 8 റെഡ് ബോൾസ്, 10 വൈറ്റ് ബോൾസ്, 17 ബ്ലാക്ക് ബോൾസ്. 2 balls are drawn one by one without replacement. The probability that the first ball drawn is white and the second drawn ball is black. Simple ആയിട്ടാണ്. അതൊരു ബോക്സിൽ 8 റെഡ് ബോൾസ് ഉണ്ട്, 10 വൈറ്റ് ബോൾസ് ഉണ്ട്, 17 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. റെഡി? 2 balls are drawn one by one without replacement. കേട്ടോ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. പ്രോബിലിറ്റി ദാറ്റ് ദ ഫസ്റ്റ് ബോൾ ഡ്രോൺ ഈസ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ബോൾ ഈസ് ബ്ലാക്ക്. അവളുടെ പ്രോബിലിറ്റി. എടാ വൈറ്റ്, ആദ്യത്തെ വൈറ്റ് ഇടണം. വൈറ്റ് ഇട്ടാളുടെ പ്രോബിലിറ്റി എന്താ? വൈറ്റിന്റെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം. ഇവിടെ വൈറ്റിന്റെ എത്ര ഉണ്ട്? 10. ബൈ ടോട്ടലോ? ടോട്ടൽ ഇവിടെ ഉള്ളത് എത്ര? 35 അല്ലേ? 18, 17, 35. ശരിക്കും 10C1 ബൈ 15C1 ആണ്. C1 ഇവിടെ ഒന്ന് മാത്രം എടുക്കുമ്പോൾ കോമ്പിനേഷൻ്റെ ലോജിക്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കറക്റ്റ്. ഇൻറ്റു അടുത്തത് ബ്ലാക്ക് ആവണം. അപ്പോൾ ബ്ലാക്കിന്റെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം. ബ്ലാക്കിന്റെ എണ്ണം 17 ആണ്, പക്ഷേ ടോട്ടൽ എണ്ണം ഒന്നും കുറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 34 എന്ന് വരും. സിംപ്ലിഫിക്കേഷൻ ചെയ്താലേ ഇവിടെ 17ഉം 34ഉം തമ്മിൽ കട്ടായാൽ ഇത് 2 കിട്ടും. 10ൽ 5 2 ടൈംസ് ആണ്, 35ൽ 5 7 ടൈംസ് ആണ്. ഇവിടുത്തെ ഈ 2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ ആൻസർ ബിക്കം 1/7. ഓപ്ഷൻ ഇ ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let S is equal to 2, 5, 8, 11, 14, 17, 20, 23. 2 integers m and n are chosen one by one from S with replacement. Then the probability that mn is odd. അതായത് ഒരു ബോക്സിൽ 2, 5, 8, 11, 14, 17, 20, 23 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടെന്ന് എഴുതിക്കോ. ഇതിൽ നിന്ന് എന്ത് ചെയ്തു? 2 നമ്പേഴ്സ് എടുത്തു വിത്ത് റീപ്ലേസ്മെന്റ്. എടുത്തത് പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചിട്ടു നടത്തും. അപ്പോൾ അതിനകത്ത് എന്താ? ഉപയോഗിച്ച നമ്പർ വേണമെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ എമ്മും രണ്ടാമത്തെ നമ്പർ എന്നും ആണെങ്കിൽ ആ എമ്മും എന്നും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓടാവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. എം എൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട് കിട്ടണം. സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഒരു ഓഡ് നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വിച്ച് ഈസ് അഗൈൻ ഓഡ് നമ്പർ ആയിരിക്കും. നേരെ മറിച്ച് ഒരു ഓഡ് നമ്പർ ഇൻറ്റു ഈവൻ നമ്പർ ചെയ്താൽ വിച്ച് ഈസ് ഈവൻ നമ്പർ ആണ്. ഇതുപോലെ ഈവൻ നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ ചെയ്ത് കഴിഞ്ഞാലും അത് ഈവൻ നമ്പർ ആണ്. ഇനി 2 നമ്പേഴ്സും ഈവൻ ആണെങ്കിൽ ഒബ്വിയസ്ലി വിച്ച് ഈസ് ഓൾസോ ഈവൻ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ ചെയ്യുമ്പോൾ മാത്രമാണ് ഓഡ് നമ്പർ കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ എം എൻ ഓഡ് ആവണം എന്നാണ്. എം എൻ ഓടാവണം പ്രോബിലിറ്റി. എം എൻ ഓടാവണമെങ്കിൽ എമ്മും ഓടാവണം ആൻഡ് എന്നും ഓടാവണം. ആ ഓട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം എടുക്കുന്നത് എം ഓടാവുള്ള പ്രോബിലിറ്റി. ഓട് എത്ര ഉണ്ട്? 5ഉം 11ഉം 17ഉം 23ഉം 4 അല്ലേ ഉള്ളത്? 2, 4, 6, 8 മൊത്തം 4/8 ആദ്യത്തെ ഓടാവുള്ള പ്രോബിലിറ്റി. ഇനി രണ്ടാമത്തെ ഓടാവണം. വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഓടിൻ്റെ എണ്ണം കുറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ അത് വിച്ച് ഈസ് അഗൈൻ പിന്നെ എന്ത് ചെയ്യും? 4/8 എന്ന് വരും. 4/8 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. 1/2 × 1/2 ആൻസർ ഹിയർ ഇറ്റ് ഈസ് 1/4. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? പി ഓഫ് എ 0.7 ആണ്, പി ഓഫ് ബി 0.5 ആണ്, പി ഓഫ് എ യൂണിയൻ ബി 0.9 ആണ്. അപ്പോൾ പി ഓഫ് എ ബൈ ബി എന്താണെന്ന് ചോദ്യം. എടാ പി ഓഫ് എ ബൈ ബി കാണണമെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നല്ലേ ഫോർമുല. അപ്പോൾ ആദ്യം നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു എന്ത് വരും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നേടി. ഇവിടുന്ന് ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അങ്ങോട്ടും എ യൂണിയൻ ബി അങ്ങോട്ടും കൊണ്ടായാലേ എന്ത് വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എന്റെ വാല്യൂ എന്താ? അത് 0.7 ആണ്. പി ഓഫ് ബിയുടെ വാല്യൂ
അത് 0.5 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്താ അത് 0.9 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.7 പ്ലസ് 0.5 എന്താ 1.2. 1.2 മൈനസ് 0.9 വിച്ച് ഈസ് 0.3 ആണ്. റെഡി? അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താ പി ഓഫ് എ ബൈ ബി ആണ്. പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആവേശം കൂടിയിട്ട് ഇവിടെ 0.3 ആണ് കിട്ടുമ്പോഴേക്ക് നേരെ ഇതാന്ന് കരുതിട്ടോ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് എ ബൈ ബി ആണ്. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ചെയ്യുമ്പോൾ എന്ത് വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.3 ബൈ പി ഓഫ് ബി എത്ര 0.5 ആണ്. ഇവിടെ ഏത് നമ്പറിനെയും 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ മോളുള്ളതിൻ്റെ ഇരട്ടി എടുത്താൽ മതി 0.6. ഫോർ എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞാൽ ഒരു 7/0.5 ചോദിച്ചു. ആൻസർ എന്താ 7ന്റെ ഇരട്ടി 14. എന്താ ലോജിക്ക് എന്താ? മുകളിലും തായും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് ചിന്തിക്കുക. താഴെ 0.5നെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 അല്ലേ? 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിലുള്ള സെയിം ആൻസർ അല്ലേ കിട്ടുക? അപ്പോൾ മുകളിലിൻ്റെ ഇരട്ടി എന്നുള്ള രീതി ചിന്തിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എ ഡൈ ഈസ് റോൾഡ് വൺസ്. ഈ ദ ഡൈ ഷോസ് ഓഡ് നമ്പർ ദെൻ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അതർ ദാൻ 5. ഒരു ഡൈ റോൾ ചെയ്തു. ഡൈ റോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള ഏത് നമ്പറും കിട്ടാം. പക്ഷേ ക്വസ്റ്റ്യൻ പറയാണ് ഈ ദ ഡൈ ഷോസ് ആൻ ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ ആണ് കിട്ടിയത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് 5 അല്ലാത്തൊരു നമ്പർ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ശരിക്കും ഇത് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ എന്തിൻ്റെ പ്രോബിലിറ്റി ആണോ കാണേണ്ടത് അതിന് ഞാൻ എ ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗെറ്റിംഗ് അതർ ദാൻ 5 അല്ലേ? ഇവിടുത്തെ എ എന്നുള്ള ഇവന്റ് ഗെറ്റിംഗ് അതർ ദാൻ 5. ബി എന്നുള്ള ഇവന്റ് എന്താ ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പറാണ്. ഇവിടെ ഓഡ് നമ്പർ ഏതൊക്കെ ഡൈ റോൾ ചെയ്യുമ്പോൾ 1ഉം 3ഉം 5 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ വെൻ ബി ഈസ് ടേക്കൺ ആസ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ബി ആണ് ഒക്കർ ചെയ്തെന്നുള്ള ഉറപ്പുള്ളത്. അപ്പോൾ അത് സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ എന്റെ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് നോക്കുക. 2 ആൾക്കാരല്ലേ അതർ ദാൻ 5 ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ 2/3 ആയിരിക്കും. ഇതിലാകെ 3 ആൾക്കാർ, അതിൽ 2 ആൾക്കാരാണ് ഫേവറബിൾ ആയത്. 2/3 ഇസ് റൈറ്റ് ആൻസർ. 2/3 ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അതോടുകൂടി പ്രോബിലിറ്റിയിൽ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം അവസാനിക്കണം. ഇവിടെ പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി ബൈ എ തന്നിട്ടുണ്ട്. കാണേണ്ടത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ഡി ഓൾ ഡാഷ് ആണ്. എടാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ പി ഓഫ് എ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ എന്നുള്ള ഇനി മീനിങ് എ ഡാഷ് തന്നെയാണ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ 1 മൈനസ് പി ഓഫ് എ എന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഓൾ ബാർ വിച്ച് മീൻസ് പി ഓഫ് എന്താണ് അതിന്റെ മീനിങ് എ ഇന്റർസെക്ഷൻ ഡി ഓൾ ഡാഷ് എന്നുള്ള സെയിം മീനിങ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ഡി ഓൾ ഡാഷ് എന്താ അത് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ഡിയുടെ ഈക്വൽ ആണ്. എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ഡി? അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി ബൈ എ. ഇതൊക്കെ ബോർഡ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? ഈസി ആയിട്ട് സ്കോർ ചെയ്യാം കീമൊക്കെ. ഇവിടെ പി ഓഫ് എ ബി ഇന്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ ഇക്വൽ ടു 0.9 വരും. റെഡി? ഇവിടെ പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ അത് എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ്. ഡിവൈഡ് ബൈ പി ഓഫ് എ എന്ന് പറയുമ്പോൾ അത് 0.4 വിച്ച് ഈസ് ഇക്വൽ ടു 0.9. ആ ബൈ 0.4 അപ്പുറത്തേക്ക് എടുത്താൽ എന്താവും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ഡി ഈസ് ഇക്വൽ ടു 0.4 ഇൻറ്റു 0.9 എന്ന് പറയുമ്പോൾ 0.36. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0.36 ചെയ്യുന്ന സമയത്ത് എത്രയുടെ വരിക? 64 അല്ലേ? 0.64 എന്ന് വരും. 0.64 ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതോടുകൂടി ഈ കീമിൽ പ്രോബിലിറ്റി എന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അവസാനിച്ചു. 2025 ചോദിച്ച ക്വസ്റ്റ്യൻസ്.